അസ്സാം വലൈക്കും ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജബീഹ് ബേക്സ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി 1.5 kg ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ 1.5 kg ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഓവണിൽ വെച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇന്ന് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതായത് ആദ്യം തന്നെ നമുക്ക് 1.5 kg റെസിപ്പി ഇന്ന് എനിക്ക് വേറൊരു വീഡിയോ ഉണ്ടായതുകൊണ്ട് അത് മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ റെസിപ്പിയിൽ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാക്ക് ഓൾ എന്ന ഓപ്ഷൻ അടിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ അതേ ഒരു അളവിലാണ് ഞാൻ ഈ കേക്ക് ഇന്ന് നോൺ സ്റ്റിക്ക് പാനിൽ ഇവിടെ ഉണ്ടാക്കിയത്. അതായത് നോൺ സ്റ്റിക്ക് പാനിൽ നമുക്കിതാ അടിയിൽ ഉപ്പിട്ട് ഒരു തട്ടി വെച്ച് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കേക്ക് ടിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പേ തന്നെ ഞാൻ ഈ പാൻ ഫ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ മുട്ടയും പഞ്ചസാരയും എഗ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൊക്കോ പൗഡറും മൈദ അളവ് പ്രകാരം കറക്റ്റ് അളവ്. ഇതാ നമ്മുടെ കേക്ക് കണ്ടോ, നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ്. നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ബേക്ക് ടിന്ന് ഇറക്കി വെച്ച് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് കിട്ടിയ കേക്കാണിത്. നല്ല സോഫ്റ്റാണ് കേക്ക് കിട്ടിയത്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓവണിൽ വെച്ച അതേപോലെ തന്നെയാണ്, നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഏതായാലും നമുക്കിത് 2 ലെയറാക്കി ക്രീം ഇടാം. നമുക്ക് നമ്മുടെ കേക്ക് 2 ലെയറായി കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്രീമും ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ക്രീം അടിച്ചിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഫസ്റ്റത്തെ ലെയറിൽ കുറച്ച് ചോക്ലേറ്റും കൂടി, ഏതായാലും മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കുമല്ലോ, ആദ്യത്തെ ലെയറിലും നമുക്ക് എന്താക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഫുള്ളായി ക്രീം ഇട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാം, 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവെക്കാം. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ഒഴിക്കാം. 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി കേക്ക് ക്രീം ഫുള്ള് ഇതിൻ്റെ ഇടയിലും മുകളിലുമെല്ലാം ക്രീം സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് മുകളിൽ ഒഴിക്കാം. ഇതാ കേക്ക് കണ്ടോ നിങ്ങൾ, നല്ല എന്താ പറയണ്ടേ, നല്ല സോഫ്റ്റാണ് കേക്കുള്ളത്. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രീമിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഫ്രഷ് ക്രീമിൽ മെൽറ്റ് ചെയ്തിട്ട് ക്രീം അടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീം ഇതാ അടിപൊളിയായി നല്ല ക്രീമാണ് നമുക്ക് ചോക്ലേറ്റ് ക്രീം കിട്ടിയത്. ഇങ്ങനെ നമുക്ക് ആദ്യം ചോക്ലേറ്റ് ക്രീമിൻ്റെ മുകളിലേക്ക് എന്താക്കാം, നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഫസ്റ്റ് നമ്മൾ ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ ക്രീം ഉണ്ടാക്കിയത്. ഞാൻ ആക്കിയത് നിങ്ങൾ കാണിച്ചു തന്നു. ഇതാ നമുക്ക് ക്രീമിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഞാൻ എടുത്തു വെച്ച ചോക്ലേറ്റ് ഇതാ ഇങ്ങനെ നമുക്ക് ശരിക്കും തേച്ച് പിടിപ്പിക്കാം. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷമേ ക്രീം ഇടാൻ പറ്റില്ല. അടിയിലത്തെ ലെയറിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഷുഗർ സിറപ്പ് ഒഴിച്ചാലേ നമുക്ക് ക്രീം നല്ല ലെവലിൽ കേക്കിൻ്റെ മുകളിൽ നിൽക്കുകയുള്ളൂ. നമ്മുടെ കേക്ക് ഇവിടെ ക്രീമെല്ലാം ചെയ്തു. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറിന് ശേഷം കേക്ക് പുറത്തെടുത്ത് ചോക്ലേറ്റ് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ 1.5 kg നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഡെക്കറേഷനൊക്കെ ഇവിടെ പൂർത്തിയായി. എനിക്ക് ചോക്ലേറ്റ് ഒഴിക്കുന്നതും ഒന്നും കാണിക്കാൻ പറ്റിയില്ല, വേറെയും കേക്ക് കുറേ ഓർഡർ വന്നത് കൊണ്ടാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഏകദേശം ഒരു 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഒരു ഫ്രഷ് ക്രീമിൻ്റെ പകുതിയുമാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. അതേപോലെ 1.5 kg ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി കറക്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് വെച്ച് തന്നെയാണ് ഞാൻ ഇതിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഡെക്കറേഷന് വേണ്ടി ആവശ്യമായി വന്നത് ഞാൻ എടുത്തത് കുറച്ച് ചെറീസും, അങ്ങനെ നമ്മുടെ